7th സ്റ്റാൻഡേർഡ് മാത്സ് പേജ് നമ്പർ 68 1 2 3 4 5 ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു ലാസ്റ്റ് സെക്ഷനാണത്. അത് നമ്മുടെ ഒരു ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫ്രാക്ഷൻ ഡിവിഷൻ. ദ പ്രൈസ് ഓഫ് 5 pence ഈസ് 40 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? ടോട്ടൽ പ്രൈസ് 40. പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ, അതായത് 5 പെന്നിൻ്റെ കോസ്റ്റാണ് 40. പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 8. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ 16 meters long rod is cut into pieces of length 2/3 meter. How many such pieces will be there? 16 meter ഉള്ള ഒരു ലോങ് റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, 2/3 ഭാഗമാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പീസുകളാണ് ആക്കിയിട്ടുള്ളത്. ഹൗ മെനി സച്ച് പീസസ്, അങ്ങനെയുള്ള എത്ര പീസ് ഉണ്ടാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ് 16 meter. Length of one piece equal to 2/3. Number of pieces equal to 16 divided by 2/3. അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക വേണ്ടത്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ റെസിപ്രോക്കൽ എന്നാണ്. 16 ഇൻറ്റു 2/3 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റു, അതായത് നമ്മുടെ ഫ്രാക്ഷനിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. 16/2/3 എന്നുള്ളത് 16 ഇൻറ്റു ഈ 2/3ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 16 രണ്ട് തരത്തിൽ ചെയ്യാം. 16/2 എന്ന് പറയുമ്പോൾ 8 ആണ്. 8 × 3 24 കിട്ടും. അല്ലെങ്കിൽ 16 × 3 48. 48/2 എന്ന് പറയുമ്പോൾ 24 കിട്ടും. ഹൗ മെനി 3/4 ലിറ്റർ ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ 5 1/4 liters ഓഫ് വാട്ടർ? അതായത് 5.25 ലിറ്റർ വെള്ളം 3/4 ലിറ്ററുള്ള ബോട്ടിലാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എത്ര ബോട്ടിൽസ് ആവശ്യമുണ്ടാവും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടോട്ടൽ വാട്ടർ 5 1/4 ലിറ്റർ. വോളിയം ഓഫ് എ ബോട്ടിലിൻ്റെ, അതായത് ഒരു ബോട്ടിലിൻ്റെ വോളിയം എന്ന് പറയുന്നത് 3/4 ലിറ്റർ ആണ്. നമ്പർ ഓഫ് ബോട്ടിൽസ് ഈക്വൽ ടു 5 1/4/3/4. ഈ 5 1/4 മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അതിന് നമ്മൾ ആദ്യം ഇൻപ്രോപ്പർ ഫ്രാക്ഷൻ അയക്കാം. 5 4 20 20 + 1 21/4 കിട്ടും മുകളിൽ. ഇപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ സ്ഥാനത്ത് 4ഉം 21 ന്യൂമറേറ്ററും വരും. പിന്നെ നമ്മൾ 3/4 അതുപോലെ തന്നെ എഴുതാം. ഇനി നമ്മളതിന് ഈ 3/4 എന്നുള്ളത് 4/3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 21/4 ഇൻറ്റു 4/3 വരും. ഈ 4ഉം കട്ട് ചെയ്തിട്ട് 20, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പറാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. 21/3 വരും. 21/3 എന്ന് പറയുമ്പോൾ 7. ഇതുപോലുള്ള 7 ബോട്ടിൽസാണ് നമുക്ക് വേണ്ട ആവശ്യം ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ 3. 13.5 kilograms of sugar is to be packed into bags with 2 1/4 kilograms of sugar each. How many bags are needed? 13.5 kilogram ഷുഗർ ഉണ്ട്. അത് ഒരു ബാഗിൽ കൊള്ളുന്നത് 2.25 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ബാഗ് ആവശ്യം ഉണ്ടാവുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് 13 kilogram ആണ്. 1 ബാഗ് കണ്ടെയ്ൻ 2 1/4 kilograms. അപ്പോൾ നമ്പർ ഓഫ് ബാഗ്സ് നീഡഡ് ഈക്വൽ ടു 13.5 ഡിവൈഡ് ബൈ 2 1/4. ടോട്ടൽ ഷുഗർ 13.5 kilogram. അതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കിയ 27/2 കിട്ടും. ഷുഗർ ഇൻ 1 ബാഗ് 2 1/4 9/4 ആണ് കിട്ടുന്നത് ഇംപ്രോപ്പർ ആക്കിയാൽ. നമ്പർ ഓഫ് ബാഗ്സ് നീഡഡ് ഈക്വൽ ടു 27/2 ഡിവൈഡ് ബൈ 9/4. അതിനെന്ത് ചെയ്യാം, ഈ 9/4ൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് ഇൻറ്റു ചെയ്യാം. നമ്മളതിന് 27/2 4/9 എന്നുള്ളതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് മാറ്റി എഴുതാം. 27/9ഉം 4/2 വെക്കാം. 27/9 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 4/2 എന്ന് പറയുമ്പോൾ 2 കിട്ടും. നമുക്കിത് നമ്മൾ നോക്കിയിട്ട് ഇനിയിപ്പോൾ 27 9 ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 3 എന്ന് ഇവിടെ എഴുതാം. പിന്നെ 4 2 ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ 2 എന്ന് എഴുതാം. അങ്ങനെ 3/2 6. അങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 22.5 square meters ആൻഡ് വൺ സൈഡ് ഈസ് 3/4 centimeters. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, 1 സൈഡും തന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റേ സൈഡ് കാണാനാണ് പറയുന്നത്. നമുക്കറിയാം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3/4 എടുത്തു കഴിഞ്ഞാൽ അതർ സൈഡ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏരിയനെ ആ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു 22.5. ഇത് 45/2 വരും. 1 സൈഡ് 3/4 15/4 വരും. 1 സൈഡ് അതർ സൈഡ് ഈക്വൽ ടു, അതർ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഏരിയനെ നമ്മുടെ ആ 1 സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 45/2 ഡിവൈഡ് ബൈ 15/4. 45/2 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 15/4. 15/4ൻ്റെ റെസിപ്രോക്കൽ വിൽക്രം എന്ന് പറയും. അതിന് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ 4/15 എന്ന് വരും. ഇനി 15
45 ഇത് നമുക്ക് 3 ടൈംസ് വരും. അല്ലെങ്കിൽ നമുക്ക് ഈ 2 4 ഇത് 2 ടൈംസ് എന്നിടാം. അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്തിട്ട് 45/15 വരും, 4/2 വരും. 45/15 എന്ന് പറയുന്നത് 3 ആണ്, 4/2 എന്ന് പറയുമ്പോൾ 2 ആണ്. 3 × 2 = 6. How many pieces each of length 2.5 meters can be cut off from a rope of length 11.5 meters? How many meters of rope will be left? നമ്മളത് പീസാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പീസാണ് ബാക്കി ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് 1 പീസ് എന്ന് പറയുമ്പോൾ 2.5, അത് 5/2, ടോട്ടൽ ലെങ്ത് 11.5. അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഇവിടെ ഈ ആൻസർ എന്ന് പറയുമ്പോൾ 11 1/2 എന്നുള്ളത് 23/2 വരും. അതുപോലെ 2.5 എന്നുള്ളത് 5/2 വരും. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5/2 റെസിപ്രോക്കൽ 2/5 ആണ്, 23/5. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതിൽ 4 ഫുള്ള്, ബാലൻസ് 3 എന്ന് പറയുന്ന അത് 3/5 ആണ് വരിക. അവിടെ 3/5 ആ ലെങ്ത്തിൻ്റെ ഫ്രാക്ഷൻ ആണെങ്കിൽ 3/5 ബാലൻസ് വരും. ഇനി നോർമലി നമ്മൾക്ക് ചിന്തിക്കുവാണെങ്കിൽ 2.5 എന്ന് പറയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ 2.5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കാം. 2.5 5 എന്ന് പറയുമ്പോൾ 2 പീസായി. പിന്നെ നോക്കുമ്പം 5 5 10, ഇപ്പം 4 പീസായി. 10 കഴിഞ്ഞിട്ട് 11.5, അപ്പോൾ 1.5 ബാക്കി ഉണ്ടാവുക. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.